ശില്പയുടെ അമ്മയല്ലേ, അല്ലെങ്കിൽ ഞാൻ കാണാൻ എനിക്ക് വരാം. ഒരു വഹ എഴുതിയിട്ടില്ല. ഒരു വഹ എന്ന് വെച്ചാൽ ഒരു വഹ എഴുതിയിട്ടില്ല. വെറുതെ 3-4 പേപ്പർ എടുത്തു. അതിന് ഞാൻ പിന്നെ 1/2 മാർക്ക് കൊടുത്തിട്ടുണ്ട് 50. 3 പേപ്പർ മേടിക്കാൻ ഇടയ്ക്കിടയ്ക്ക് എണ്ണിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ 1/2 മാർക്ക് കൊടുത്തിട്ടുണ്ട്. 50-ൽ 1/2 മാർക്ക്. പരീക്ഷ ഇടുന്നത് മാർക്കിൻ്റെ കാര്യമൊക്കെ വീട്ടിൽ വന്ന് വല്ലതും പറയാറുണ്ടോ ഇദ്ദേഹം? ഫാഷൻ കാണിക്കാൻ വേണ്ടി മാത്രം സ്കൂളിലോട്ട് വരുന്നത്, ഫാഷൻ കാണിക്കാൻ വേണ്ടി മാത്രം. മാഡം ആ കാലയിലോട്ട് നോക്കിക്കേ, പാൻറ് അടിച്ച് വെച്ചേക്കുന്ന കണ്ടോ? എന്താ അവിടെ കാണിച്ച് വെച്ചേക്കുന്നത്? ഇവിടെ വെള്ളപ്പൊക്കം വല്ലോട്ടോ ഇത്രയും പൊക്കി അടിച്ച് വെക്കാൻ വേണ്ടിയിട്ട്? സ്കൂളിന്റെ പ്രത്യേക റൂളാണ് 2 വശത്തോട് മുടി പിന്നിക്കൊണ്ട് വരണമെന്ന്. അതുപോലും ശില്പ ചെയ്യാറില്ല. രാവിലെ ചിലപ്പോൾ പിന്നീടായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, പക്ഷേ ഇവിടെ വരുമ്പോൾ അതൊന്നും കാണില്ല. ഫസ്റ്റ് പീരീഡ് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇയാൾ 2 മുടി കെട്ടി വെക്കും. ഈ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ മേഡമാണ് മേടിച്ചു കൊടുക്കുന്നത്. ബാഗ് ഒന്ന് ചെക്കാൻ മതി, സഞ്ചരിക്കുന്ന ബ്യൂട്ടി പാർലറാണ് ബാഗ്. തീരാറായ ഒരു കുപ്പി ഐലൈനർ, പിന്നെ എവിടുന്നോ കൊണ്ടുവന്ന ഒരു പൊട്ടിയ കണ്ണാടി, ഒരു ചീപ്പ്, പേപ്പറിൽ പൊതിഞ്ഞ പൗഡർ, ഇതൊക്കെ അവരുടെ ബാഗിൽ കാണുന്നത്. എല്ലാ വിഷയത്തിനോടും ഒരൊറ്റ നോട്ട്ബുക്ക്. അതാണ് അവസ്ഥ. താൻ നോട്ട് എടുക്കാൻ മറന്നാലും ചോറും മാത്രം ഒന്നും എടുക്കാൻ ഇതുവരെ മറക്കാറില്ലല്ലോ. ടെസ്റ്റ് പേപ്പർ ഉള്ള ദിവസം എന്താണെന്ന് അറിയത്തില്ല. ശില്പയ്ക്ക് ആബ്സെന്റ് ആവാൻ ഒരു പ്രത്യേക കഴിവ്. ആ സമയത്ത് പ്രത്യേകം പനിയും ചുമയും ഒക്കെ വരും. ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് ശില്പയോട് ബഹുമാനമുണ്ട്. ഈ സ്കൂളിൽ നടക്കുന്ന സകലമാന സെലക്ഷൻസ് ശില്പ പോകും, എന്നാലേ ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ.